പാലക്കാട് വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ബി.ജെ.പി. പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. സംഘർഷവും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ന് രാവിലെ മുതൽ പാലക്കാട് വലിയ തരത്തിലുള്ള സംഘർഷവും പ്രതിഷേധവുമാണ് ഡിവൈഎഫ്ഐയുടെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ നടന്നത്. ഇന്നിപ്പോൾ ബി.ജെ.പി. തിരിച്ച് പ്രതിഷേധിക്കുന്നു എന്നുള്ളതാണ്. പാലക്കാട് ഭിന്നശേഷിക്കാർക്കായി ഒരുക്കിയ നൈപുണ്യ വികസനത്തിനായുള്ള കെട്ടിടത്തിൽ RSS നേതാവ് KB ഹെഡ്ഗവാറിന്റെ പേര് നൽകിയതിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമായിരുന്നു രാവിലെ മുതൽ നടത്തിയത് ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും. എന്നാൽ അതിൽ നിന്നും പിന്നോട്ടില്ല എന്ന് തന്നെയാണ് ബി.ജെ.പി. നേതൃത്വം പറഞ്ഞത്. ഇപ്പോൾ ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ജില്ലാ ഓഫീസിലേക്കാണ് പ്രതിഷേധ പ്രകടനം നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് ചേരുന്നത്. പ്രസാദ്, രാവിലെ മുതൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് പാലക്കാട് കണ്ടത്. ഇപ്പോൾ തിരിച്ച് ബി.ജെ.പി. കോൺഗ്രസ് ജില്ലാ ഓഫീസിലേക്ക് പ്രതിഷേധം നടത്തുന്നു. എന്താണ് അവർ ഈ പ്രതിഷേധത്തിലൂടെ പറയുന്നത്? ആരാണ് മാർച്ചിന് നേതൃത്വം നൽകുന്നത്? ബി.ജെ.പി. പാലക്കാട് ഈസ്റ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ നേതൃത്വം നൽകുന്നു. നൂറുകണക്കിന് ബി.ജെ.പി. പ്രവർത്തകർ കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പോലീസ് മാർച്ച് തടഞ്ഞെങ്കിലും ഇപ്പോൾ പോലീസും ബി.ജെ.പി. പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും ഉണ്ടും തള്ളും നടക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടികളാണ് പാലക്കാട് നടന്നിട്ടുള്ളത്. പാലക്കാട് നഗരസഭ നിർമ്മിക്കുന്ന നൈപുണ്യ വികസന കേന്ദ്രത്തിൽ RSS നേതാവിന്റെ ഹെഡ്ഗവാറിന്റെ പേര് കൊടുത്തതാണ് പ്രതിഷേധത്തിന്റെ തുടക്കം. അതിൽ ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും എല്ലാം തന്നെ ആ പേര് ഹെഡ്ഗവാറിന്റെ പേര് നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രതിഷേധം, ഉദ്ഘാടന ചടങ്ങിൽ പോലും വലിയ പ്രതിഷേധം ഉയർത്തുകയും ശിലാഫലകം എറിഞ്ഞു തകർക്കുകയും തറക്കല്ലിട്ട സ്ഥലത്ത് വാഴ വെച്ച് പ്രതിഷേധം നടത്തുകയും എല്ലാം തന്നെ ചെയ്തു. അപ്പോൾ ആ ചടങ്ങ് അലങ്കോലപ്പെടുത്തി എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടക്കുന്നത്. ആ മാർച്ചിലാണ് ഇപ്പോൾ നേരിയ സംഘർഷം. പ്രശാന്ത് ശിവൻ ഉൾപ്പെടെയുള്ള ബി.ജെ.പിയുടെ ജില്ലാ നേതാക്കളാണ് പോലീസുമായി വാക്കേറ്റമുണ്ടാകുന്നത്. ഇവിടെ പോലീസ് DCC ഓഫീസിന് മുന്നിൽ അല്പം മാറി 50 മീറ്റർ മാറി ബാരിക്കേഡ് വെച്ചുകൊണ്ട് പ്രവർത്തകരെ തടഞ്ഞു. പിന്നീട് പ്രവർത്തകർ ആ ബാരിക്കേഡ് തള്ളി അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോഴാണ് പോലീസുമായി വാക്കേറ്റവും കുണ്ടും തള്ളും ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ബി.ജെ.പി. നേതാക്കളും പ്രവർത്തകരും പോലീസുമായി വാക്കേറ്റം ഇപ്പോഴും തുടരുകയാണ്.